ഡിജിറ്റൽ സർവകലാശാലയിൽ ഓഡിറ്റ് നടക്കുന്നില്ല എന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പരാമർശം വസ്തുതാവിരുദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓഡിറ്റ് നടത്താനായി സർവകലാശാല സിഒജിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2023-24 വർഷം വരെയുള്ള ഓഡിറ്റ് പൂർത്തിയായി. ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഖ്യാപിത നയത്തിനും ചട്ടങ്ങൾക്കും വിധേയമായാണ് കമ്പനി രൂപീകരിച്ചതെന്നും മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. സെയ്ഫ് സൈൻലാബ്ദീൻ വിവരങ്ങളുമായി. സെയ്ഫ്, എന്താണ് മുഖ്യമന്ത്രി പറയുന്ന മറുപടി? അദ്ദേഹം എവിടെയാണിത് പറയുന്നത്? ഡിജിറ്റൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ മറുപടി എന്നോണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വി.ഡി. സതീശന് ഒരു കത്ത് നൽകിയിരിക്കുന്നത്. ഡിജിറ്റൽ സർവകലാശാലയിൽ ഓഡിറ്റ് നടക്കുന്നില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അത് മുഖ്യമന്ത്രി തള്ളിക്കളയുകയാണ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് നടത്തുന്നുണ്ട്. 2023-24 വരെയുള്ള ഓഡിറ്റ് ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. ഓഡിറ്റ് നടത്താനായി സർവകലാശാല CA&Gയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. CA&Gയുടെ ഭാഗത്ത് നിന്നാണ് തുടർ നടപടികൾ ഉണ്ടാകേണ്ടത് എന്നാണ് മുഖ്യമന്ത്രി ഈ കത്തിൽ വിശദീകരിക്കുന്നത്. കമ്പനി രൂപീകരിച്ചു എന്ന ആക്ഷേപത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകുന്നുണ്ട്. ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഖ്യാപിത നയത്തിനും ചട്ടങ്ങൾക്കും വിധേയമായിട്ട് മാത്രമാണ് കമ്പനി രൂപീകരിച്ചിരിക്കുന്നത്. ഒരു സ്ഥാപനത്തിന് മുൻകൂർ പണം കൈമാറി എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. തട്ടിപ്പ് സ്ഥാപനം എന്ന് പറയുന്നതും അടിസ്ഥാനമില്ല. മൈറ്റി എന്ന് പറയുന്ന സ്ഥാപനം അത് ഭരണാനുമതിയിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പനി അത് രൂപീകരിച്ചിട്ടുള്ളത് എന്നും കൂടി മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഡിജിറ്റൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും വസ്തുതയില്ല എന്നാണ് മുഖ്യമന്ത്രി ഈ കത്തിൽ വിശദീകരിക്കുന്നത്. നിഷാദ്, ശരി, സെയ്ഫാണ് വിവരങ്ങൾ നൽകിയത്.